ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് ആൻഡ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ എപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് എനിക്ക് ഉറങ്ങണ ശീലമുണ്ട്. അപ്പോൾ ഉറങ്ങി എണീച്ചതിന് ശേഷം ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് പുറത്തുനിന്ന് വീഡിയോസൊക്കെ എടുക്കാൻ ഇറങ്ങി കേട്ടോ. ഒരു 5:45-6 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പഴം നമ്മളിങ്ങനെ എന്താ പറയുക, ക്രീമിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് കഴിക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ലിപ് ബാം വെച്ചിട്ട് ഇനി പഠിക്കാൻ ഇരിക്കാൻ പോവാണ്. കുറച്ച് ലേറ്റായി. ഞാൻ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നടന്നിട്ടും സംസാരിച്ചിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുഖം ചെറുതായിട്ട് പഫിയായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ പഠിക്കാൻ പോവാണ്. അപ്പോൾ എന്താ പഠിക്കാൻ പോകണമെന്നുള്ളതൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇനി ആലോചിക്കണം. അപ്പോൾ അതിങ്ങനെ ലിസ്റ്റ് പോലെ ഇങ്ങനെ എന്തായാലും പഠിക്കാൻ പോകണമെന്നൊക്കെ എഴുതി വെട്ടിടുക, അങ്ങനത്തെ ഓരോ പണികളൊക്കെ ഉണ്ട്. ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാതിരിക്കുക. ലേറ്റായിട്ടുണ്ടാകും. ഇപ്പോൾ സമയം നോക്കണം. അപ്പോൾ ലേറ്റായിട്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്താ പറയുക, ലേറ്റ് നൈറ്റ് ഇരിക്കുന്ന ആളാണ്. ഞാൻ രാവിലെ ഓൾറെഡി ലേറ്റായിട്ടാണ് എണീക്കുക. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ടൈം 7:36 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ എക്സാമിനറിൻ്റെ ബുക്ക് സെറ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയിട്ട് കുറച്ചായി, പക്ഷേ ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എനിക്ക് ബുക്ക് സെറ്റ് കിട്ടി. അപ്പോൾ ഇതിലത്തെ ഞാൻ ബയോളജി എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ബയോളജി ശരിക്കും ടെക്സ്റ്റിൻ്റെ കാട്ടിലും കൂടുതൽ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അത്രയ്ക്ക് യൂസ്ഫുള്ളാണ് എക്സാമിനറിൻ്റെ ഇങ്ങനെ ബയോളജി. സ്പെഷ്യലി ബയോളജിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ഞാനിങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബയോളജിയും പിന്നെ കെമിസ്ട്രിയും ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ബയോളജിയും കെമിസ്ട്രിയും ആകെ കുറച്ച് ഞാൻ ചെയ്യണുള്ളൂ, കുറേ ഒന്നും ചെയ്യണില്ല. അതുകൊണ്ടാണ് 2 വെച്ച് ചെയ്യണത്. കുറച്ച് ഞാൻ ചെയ്യണുള്ളൂ. അപ്പോൾ ബയോളജി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗൈഡിലുള്ളതാണ് ഞാൻ നോക്കി പഠിക്കണത്. അപ്പോൾ അതിൽ ഇത്ര പേജ് മുതൽ ഇത്ര പേജ് വരെ ഇന്ന് രാത്രി കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ടു ഡു ലിസ്റ്റിൽ എഴുതുക. എന്നിട്ട് അത് എഴുതി കഴിഞ്ഞാൽ അതൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പതുക്കെ വെട്ടിട്ടുകൊണ്ട് കഴിയുമ്പോൾ ഇങ്ങനെ വിട്ടിടും. അപ്പോൾ അത് രസമാണല്ലോ, നമുക്ക് പഠിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ അറിയുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ആദ്യം ഞാൻ എക്സാമിനറിൻ്റെ ഗൈഡിലത്തെയാണ് ഞാൻ നോക്കുക. അത് പഠിച്ചതിന് ശേഷം ഞാൻ ടെക്സ്റ്റ് നോക്കും. അപ്പോൾ ടെക്സ്റ്റ് നോക്കുക പറഞ്ഞാൽ ചിലപ്പോൾ സെയിം സെൻറ്റൻസ് ആക്കി, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു പോകും. ചിലപ്പോൾ ചില പോയിൻറ്റ്സ് 1-2 പോയിൻറ്റ്സ് അതിൽ വിട്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഹൈലൈറ്റർ വെച്ച് മാർക്ക് ചെയ്യും. അപ്പോൾ എക്സാം ടൈം ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഗൈഡ് ഇങ്ങനെ ഫുൾ പഠിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ടെക്സ്റ്റിലത്തെ ഹൈലൈറ്റ് ചെയ്തത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എല്ലാം നമ്മൾ കവർ ചെയ്തു എന്നുള്ള പോലെയാവും. നമുക്കൊരു കോൺഫിഡൻസ് NCERT-യിലൊന്നും വിട്ടുപോയിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെയാണ് ഞാൻ ബയോളജി ഫോളോ ചെയ്യാറ്. ഇപ്പോൾ നിങ്ങൾ ഏത് ഗൈഡ് യൂസ് ചെയ്യുകയാണെങ്കിലും അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ ഗൈഡ് സെപ്പറേറ്റ് പുറത്ത് ഗൈഡാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് പഠിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് നോക്കി പോവുക. ചിലപ്പോൾ 1-2 പോയിൻറ്റ്സ് ഇങ്ങനെ ഇടയിൽ വിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് അഥവാ ആ പോയിൻറ്റ്സൊക്കെ ചോദിച്ചാൽ പിന്നെ അവിടെ വെറുതെ മാർക്ക് പോകണ്ടില്ല. അതൊരു ടെക്സ്റ്റിലുണ്ടായ സാധനം നമ്മൾ പഠിക്കാതെ പോയതിനപ്പോൾ ഒരു റിഗ്രറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഗൈഡ് ആയിക്കോട്ടെ നിങ്ങളൊന്ന് ടെക്സ്റ്റ് വെറുതെ ഓടിച്ച് പോയാൽ മതി. പെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ നോക്കി പോയാൽ മതി. അപ്പോൾ ഇടയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക എങ്ങനെയെങ്കിലും. ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയെങ്കിലും ഞങ്ങളിന്ന് പിസ്സ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കൊന്നുമില്ല. വർഷത്തിൽ 1-2 ഒക്കെ കഴിക്കുള്ളൂ. ഒന്നേ കഴിക്കുള്ളൂ. ഇതിപ്പോൾ 2025 ഇയറിലത്തെ ഫസ്റ്റ് പിസ്സയാണ്. അപ്പോൾ ഞങ്ങൾ പനീർ പിസ്സ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. ബയോളജി അപ്പോൾ എൻ്റെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കെമിസ്ട്രിയാണ് എടുക്കുന്നത്. ബയോളജി കഴിഞ്ഞ് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ അങ്ങനെ ടാർഗറ്റ് വയ്ക്കും, ഇത്ര മുതൽ ഇത്ര വരെ പഠിക്കണം എന്ന്. അപ്പോൾ ഞാൻ ആ ഗൈഡിലത്തെ ഇത്ര വരെ പേജുള്ളത് പഠിച്ചു കഴിഞ്ഞു, ഇത്ര ടോപ്പിക് വരെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തത് ഞാൻ കെമിസ്ട്രിയാണ് എടുക്കുന്നത്. കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. വീഡിയോസ് കാണുകയാണെങ്കിൽ ഞാനിങ്ങനെ ടാർഗറ്റ് വയ്ക്കും, ഇന്ന് 2 അല്ലെങ്കിൽ 3 വീഡിയോസ് കാണണം. ഇന്നല്ല, ഈ സ്റ്റഡി സെഷനിൽ ഇപ്പോൾ ഞാൻ രാത്രി പഠിക്കുമ്പോൾ ഇപ്പോൾ ഈ സ്റ്റഡി സെഷനിൽ എനിക്ക് 3 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ടാർഗറ്റ് വയ്ക്കും. ഒറ്റയടിക്ക് ഞാൻ കുറേ ഇരുന്ന് കാണുന്നില്ല. ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് കുറേ കണ്ട സ്റ്റാർട്ടിംഗ് ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ. അപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് കാണാൻ നിന്നാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും, പിന്നെ വേഗം മടുക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പതുക്കെ സ്ലോ ആയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലത്തെ ഫസ്റ്റ് ഭാഗമൊക്കെ നമ്മൾ മുമ്പ് കുറേ വട്ടം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് തുടക്കത്തിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ എത്ര ഈസി ആയിട്ടാണെങ്കിലും ഞാനിങ്ങനെ ഇത്ര വീഡിയോസ് വെച്ചിട്ടേ കാണുന്നുള്ളൂ, കുറേ നേരം കാണുന്നില്ല. അപ്പോൾ ഞാൻ നോട്ട്സൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഡയറിയിലാണ് കേട്ടോ. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിക്കും മാത്സിനും മാത്രമേ ഞങ്ങൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ ബയോളജി ഇതിനൊന്നും ഞാൻ നോട്ട് ക്രിയേറ്റ് ചെയ്യാറില്ല. ബയോളജിക്ക് ഞാൻ ടെക്സ്റ്റും ആ ഗൈഡും വെച്ചിട്ട് പഠിക്കുകയാണ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ആ ഗൈഡിലത്തെ അഥവാ ആ ചാപ്റ്റർ എനിക്ക് ഇഷ്ടമായി തോന്നിയില്ല വെച്ചാൽ, ടെക്സ്റ്റിൽ അത് സുഖമില്ല വെച്ചാൽ ഞാനിങ്ങനെ HSS ലൈവ് ആ പോർട്ടലിൽ നിന്ന് ഞാനിങ്ങനെ ഡൗൺലോഡ് ചെയ്യും. നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ഉണ്ടാവാറില്ല. ആകെ 1-2 ചാപ്റ്റർ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു വരും. ബാക്കിയെല്ലാം ഞാൻ ആ ഗൈഡിൽ തന്നെ നോക്കും. അപ്പോൾ ആകെ ഫിസിക്സ്, കെം, മാത്സ് ഈ 3 ഞാൻ 3 ഡയറി ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
എനിക്കുണ്ടല്ലോ ഈ വെക്കേഷൻ, ഈ +1 വെക്കേഷൻ വേഗം കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ 10th എനിക്ക് നല്ല ടൈമുള്ള പോലെ തോന്നി. ചിലപ്പോൾ 3 മാസം ഉള്ളതുകൊണ്ട് അങ്ങനെയല്ല ഞാൻ പറയണേ. ഏപ്രിലും മെയ് ആകുമ്പോഴേക്കും തന്നെ എനിക്ക് കുറേ ആയി ലീവ് എടുത്തിട്ട് ഇപ്പോൾ സ്കൂളിൽ പോകണം എന്ന് തോന്നുക, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു 10th. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും തോന്നുന്നില്ല. പറഞ്ഞാൽ മടിയുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല, ഈ കൊല്ലത്തെ വെക്കേഷൻ വേഗം കഴിഞ്ഞ പോലെ തോന്നുന്നു എനിക്ക്. അതുപോലെ +1 ആണെങ്കിലും വേഗം അങ്ങോട്ട് കയറി ആ വർഷം കഴിഞ്ഞു. എന്തൊക്കെയോ കലാപരിപാടികളും ഉണ്ടായി, എക്സാം ടഫ് ആക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ, പക്ഷേ വേഗം കഴിഞ്ഞ പോലെ തോന്നി. ഞാൻ ഇന്നത്തെ ടാർഗറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ ആ ടു ഡു ലിസ്റ്റിൽ ഇങ്ങനെ റെഡ് പെൻ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് രസം, വെറുതെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇന്നത്തെ ടാസ്ക് രസമല്ലേ. അപ്പോൾ നാളെ മറിച്ച് നോക്കുമ്പോഴൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പം എന്നിട്ട് ഞാൻ രാത്രി ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ രാത്രി സ്ഥിരം എൻ്റെ ഒരു പരിപാടിയാണ് തണുത്ത വെള്ളം കുടിക്കുക എന്നുള്ളത്. തണുത്ത വെള്ളമല്ല, ഞാനിങ്ങനെ ഐസ് വാട്ടറാണ് കുടിക്കുക. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ ഡേയ്സ് ആയാലും ശരി, എക്സാം ആയാലും ശരി, എനിക്ക് എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത്ര പഠിക്കാതിരിക്കുന്നത് ഇഷ്ടമല്ല. വേഗം ഉറക്കം വരും ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് കുറച്ച് നേരം ഫോൺ നോക്കിയിട്ട് കിടന്നുറങ്ങും, അങ്ങനെയാണ് പതിവ്. എക്സാം ആകുമ്പോഴും അങ്ങനെ തന്നെയാണ്. എക്സാം ആകുമ്പോൾ ഇപ്പോൾ പഠിച്ച് തീരുമെന്നൊക്കെ ചോദിച്ചാൽ ശരിയാണ്, ഞാൻ നല്ല ലേറ്റായിട്ട് 12-1 മണിക്കൊക്കെ ഫുഡ് കഴിക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ര നേരം എനിക്ക് പഠിക്കാതിരിക്കുന്നത് ഇഷ്ടമല്ല. അത്രയ്ക്ക് പഠിക്കാനുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ, അല്ലാത്തപ്പോൾ ഞാൻ വേഗം കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തത് വല്ല ടോപ്പിക്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ എന്തായാലും സജസ്റ്റ് ചെയ്യുക കമൻസിൽ. ഞാൻ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.